എല്ലാവർക്കും സ്വാഗതം കേട്ടോ. இன்னைக்கு பாப்பாவோட 8th month ஃபோட்டோ ஷூட் இருக்குது. அப்புறமா அவனுக்கு இன்னொரு இது இருக்குது, அது வீடியோட லாஸ்ட்டில் காட்டுறேன். அப்புறமா இது நம்மளுடைய ஃபோன் ஸ்டாண்டு ட்ரைபோட் இதுவும் வந்துருச்சு. பார்க்கலாமா? ஓப்பன் பண்ணுறேன். ട്രൈപോഡ്സും വന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ വിൻഡോയിലേക്കും താഴേക്കും ചെയറിൻ്റെ മുകളിലേക്കും ഇങ്ങനെയാണ് കേട്ടോ വെച്ചിട്ട് വീഡിയോ എടുക്കും. അപ്പോൾ ഇത് വന്ന കാരണം നമുക്ക് ഈസി ആയിട്ട് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ஆனால் நான் വിചാരിച്ചത് പോലെ കിട്ടിയിട്ടില്ല കേട്ടോ. സ്റ്റാൻഡെല്ലാം നല്ല ഭംഗിയായിരുന്നു, നല്ല ക്വാളിറ്റിയും കൂടെ ഇരുന്നു കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് ഓർഡർ ആക്കി. ഒരു 450 എന്നിട്ടാണ്, അത്ര ഉള്ളൂ. കൂടുതലായിട്ടൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. അപ്പം കുറവായിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കേട്ടോ നോക്കി. പിന്നെ അത് എങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കൂടെ അറിയില്ല. എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് എങ്ങനെ ഓപ്പൺ ചെയ്ത് സെറ്റാക്കി താഴെ വെച്ചു. പിന്നെ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടോ. ഈ റിംഗ് ലൈറ്റ് ഉണ്ടല്ലേ, ഇതും കൂടെ വരതുപോലെ എടുത്തിട്ടോ. ഞാൻ വീഡിയോയിൽ വിനീതേട്ടൻ പറയും, നീ എടുക്കുന്ന വീഡിയോയിൽ ലൈറ്റ് ഇല്ല, ക്ലാരിറ്റി ഇല്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് പറയും കേട്ടോ. അതിൻ്റെ കാരണം ശരി, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫുഡ് വീഡിയോ എടുക്കണോ, കുക്കിംഗ് വീഡിയോ എടുക്കണോ, നമുക്ക് ഈ ലൈറ്റ് ഇരുന്നെങ്കിൽ കുറച്ച് യൂസ്ഫുള്ളായിട്ട് ഇരിക്കുമല്ലേ. അതിൻ്റെ കാരണമാണ് കേട്ടോ ഞാൻ റിംഗ് ലൈറ്റോടെ ഓപ്പൺ ചെയ്തു. പിന്നെ ഞാൻ എടുത്ത് ഇത് നോക്കിയിടുമ്പോൾ എനിക്ക് നെഞ്ച് വേദന വന്നിട്ടോ. അത് എന്താ കാരണമാണെങ്കിൽ പൊട്ടിയത് വന്നോന്ന് കേട്ടോ. ഞാൻ കൈ വെച്ച് ഇങ്ങനെ മടക്കുമ്പോൾ അത് ചട്ടിന് ഇങ്ങനെ തിരിഞ്ഞു പോയി. അപ്പോൾ അത് പൊട്ടിയതാണോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇരുന്നു. അല്ലെങ്കിൽ അത് പൊട്ടിയതല്ല, അത് 360 ഡിഗ്രിയിലെ ഫുള്ളായിട്ട് കറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ സെറ്റാക്കണത്, ഇതെൻ്റെ കറിയില്ല, എനിക്കിതും അറിയില്ല. അപ്പോൾ ഞാൻ വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് കൊടുത്തു. വിഷ്ണു ചേട്ടനാണ് കേട്ടോ ഇതെല്ലാം ഫുള്ളായിട്ട് എനിക്ക് സെറ്റാക്കി കൊടുത്തു. ആ സ്റ്റാൻഡ് ഞാൻ സെറ്റാക്കി. പിന്നെ ലൈറ്റും ചേട്ടൻ വെച്ച് കൊടുത്തു കേട്ടോ. ஆனால் അത് ഫോൺ വെക്കാൻ പറ്റില്ല, ഒന്നും വെക്കാൻ പറ്റില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മളുടെ അയാളുടെ 8th month ഫോട്ടോ ഷൂട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇരുന്നു. കുറേ ഫോട്ടോസ് എടുക്കണമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബൈക്കിൽ ഇരുത്തിയിട്ട് പിന്നെ 8 ഇതുപോലെല്ലാം വെച്ചിട്ട് ഫോട്ടോ എടുക്കാനിരുന്നു കേട്ടോ. ஆனால் അപ്പോൾ സമയം കിട്ടിയിട്ടില്ല. ബൈക്കിൽ മാത്രമാണ് കേട്ടോ കിട്ടി. അപ്പോൾ ബൈക്കിൽ ഇങ്ങനെ അവൻ്റെ കണ്ണാടെല്ലാം ഇരുത്തിയിട്ട് കണ്ണാട വെച്ചിട്ടെല്ലാം ഇരുത്തി വിടുമ്പോൾ അവനക്ക് നല്ല ഇഷ്ടമായിട്ടോ. കണ്ണാട അണുങ്ങണ താഴെ പോകുമെന്ന് വിചാരിച്ചിട്ട് അണുങ്ങാതെ ഇരുന്നു. ഇതോ വിഷ്ണു ചേട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് ഫോട്ടോ എടുത്തത്. ഇങ്ങനെ പോസ്റ്റെല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ബാക്കിലിരുന്നിട്ട് അണുങ്ങാതെ അങ്ങനെ പിടിച്ചിട്ട് ഞാൻ മറിഞ്ഞ് നിന്നു. ആണെങ്കിലും ഞാൻ ഫോട്ടോയിൽ കുറച്ച് കാണും കേട്ടോ. പിന്നെ ഉണ്ണി ഇങ്ങനെ ഫോട്ടോസെല്ലാം എടുത്തിട്ടിരുന്നു. അവനക്ക് കണ്ണട വെച്ചിടുമ്പോൾ എത്ര ഒരു ഖുഷി നോക്കും. ഇങ്ങനെ ആ ചാടി കളിച്ചിട്ടിരുന്നു കേട്ടോ അവൻ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോസ് എടുത്തിട്ട് ഇരിക്കുമ്പോൾ അവൻ കുറേ നേരം എങ്ങൾക്ക് കോപ്പറേറ്റ് ചെയ്തിട്ടോ. അവൻ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൻ നല്ല ഫോണിൽ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അതെല്ലാം പിടിച്ചിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ കുറേ ഫോട്ടോസൊക്കെ പോസ്റ്റെല്ലാം കൊടുത്തിട്ടോ അവൻ. ഇങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ട് ഇരിക്കുമ്പോൾ ഉണ്ണിക്ക് ഇതാണ് കേട്ടോ. ഇത് എന്തിനാണെങ്കിൽ ഉണ്ണിക്ക് ഞങ്ങൾ മുട്ടയാണ് കേട്ടോ അടിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടുണ്ടാവും. ഇതിൻ്റെ മുന്നിലേക്ക് ഞാൻ ഷോർട്ട്സ്லாம் ഇട്ടുണ്ട്. ഇത് ലോങ് വീഡിയോ ആയിട്ട് ഇടാണ്. എനിക്ക് എഡിറ്റ് ചെയ്യണ അത്ര സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അതിൻ്റെ കാരണമാണ് ഞാൻ ഇപ്പോൾ ഇടുന്നുണ്ട്. ഉണ്ണിക്ക് തോണ മുടി വന്നില്ലേ, പിന്നെ 8th month ആയി. ഇതിൻ്റെ മുകളിലേക്ക് വെയിറ്റ് ആക്കാണ്ടാണ് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് മുട്ട അടിച്ചു. ഇന്നല്ല, ഞങ്ങൾ മുട്ട അടിച്ചത് 3 നാളായിട്ടോ. എന്നോട് ഡേറ്റ് 3-ാം തീയതി അന്ന് അടിച്ചത് തന്നെ. എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഇതായിട്ടില്ല. അതിൻ്റെ കാരണം കേട്ടോ വീഡിയോ ലേറ്റായി. പിന്നെ ചേട്ടൻ വന്നു. അപ്പോൾ ചേട്ടൻ മുട്ട അടിക്കാതെ ചേട്ടനാ. അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ആ ഫോട്ടോ ഷൂട്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഉണ്ണിയെ ഉറക്കണമെന്ന് ചോദിച്ചു. ഇല്ല കുഴപ്പമില്ല, വെള്ളം മാത്രം തലയിൽ നനച്ചാൽ മതി, ഞാൻ അടിച്ചോളും, ഞാൻ 28-ലിരുന്ന് എല്ലാവർക്കും അടിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആണെങ്കിലും ഒരു പേടി ഇരുന്നിട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിടുമ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടി. ആണെങ്കിലും എനിക്ക് ചെറുതായിട്ടൊരു പേടി ഇരുന്നിട്ടോ. ഞാൻ പേടിച്ചിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ മുട്ട അടിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയുണ്ട് കേട്ടോ. പിന്നെ അണുങ്ങാതെ അങ്ങനെ പതുക്കെ ചേട്ടൻ അങ്ങനെ മുട്ട അടിച്ചു വിട്ടു. അപ്പോൾ അവൻ അണുങ്ങരുത് നോക്കിയിട്ട് വിഷ്ണു ചേട്ടൻ കേട്ടോ ഫോണിലെ കാർട്ടൂൺ വെച്ച് കൊടുത്തു. അതിൻ്റെ കാരണം അവൻ
ഫോണാണോ ഇങ്ങനെ നോക്കിയിട്ട് എതും മുണ്ടാതെ ഇരുന്നു. അപ്പോൾ അവൻ അണുങ്ങുമ്പോൾ അവർ പെട്ടെന്ന് കത്തിയെടുത്തു. ആണെങ്കിലും കുറച്ച് ഒരു 4-5 ഇടം ഇങ്ങനെ കുഞ്ഞതായിട്ട് കായമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കത്തി തലയിൽ വെച്ചാൽ ഇങ്ങനെ മൊട്ടടിക്കുമ്പോൾ എല്ലാ ഉണ്ണികൾക്കും ഒരിടത്തിലേറ്റവും ചോറ് വരും ഇങ്ങനെ പറഞ്ഞു. ആണെങ്കിലോ എനിക്ക് കുറേ പേടിയിരുന്നു കേട്ടോ. അയ്യോ ഇവൻ അണുങ്ങുണ്ടേന്ന് പറഞ്ഞിട്ട് പേസാതെ മുണ്ടാതെ ഉറക്കിയിരുന്നാലും സമാധാനം കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടിരുന്നു. ആണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവൻ പതുക്കെ അവനെ പിടിച്ചിരുന്നിട്ടോ, നല്ലോണം ഇറുക്കി പിടിച്ചിരുന്നു. അപ്പോൾ ഇത് അവൻ അണുങ്ങുമ്പോൾ ആ ചേട്ടൻ വേഗമായിട്ട് കത്തിയെടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് നോക്കുമ്പോഴേ എനിക്ക് നല്ല പേടി കിടന്നിട്ടോ അങ്ങനെ എടുക്കുമ്പോഴേ. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചിട്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പേടിയിരുന്നു കേട്ടോ. അത് പറയാനും പറ്റില്ല, അങ്ങനെ ഒരു പേടിയാണ്. ഹാർട്ട് ബീറ്റെല്ലാം അങ്ങനെ വേഗമായിട്ട് അടിക്കുന്നുണ്ട്. ഇവ അണുങ്ങുന്നുണ്ട് കേട്ടോ. അണുങ്ങാതെ ഇരുന്നാലും ഒരു സമാധാനം കിട്ടും. പിന്നെ അതോ നല്ല മേക്കപ്പെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കി വിടുമ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് വന്ന് ഇങ്ങനെ മൊട്ടടിച്ചിട്ടോ. പിന്നെ അവന് കുറച്ച് ദേഷ്യം ഇടുന്നു. ഇതോ അവനക്ക് കളിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് ചേട്ടൻ കാർട്ടൂൺ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ അവനക്ക് ഫുള്ളായിട്ട് പോയി. പിന്നെ ഇതെല്ലാം കളഞ്ഞിട്ട് ആ ഹെയറെല്ലാം ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് റെസിന ഇട്ടുക്കോ ഇല്ലെങ്കിൽ അത് കടലിലാണോ ഇടാനും പറയും. അതിൻ്റെ കാരണം അവൻ്റെ മൊത്തം ഹെയറും എടുത്താണ് കേട്ടോ വെച്ചിട്ടുണ്ട്. ഇത് കാണിക്കരുത്, കുറച്ച് കളിഞ്ഞിടുമ്പോൾ അവൻ നിന്നിട്ടില്ല കേട്ടോ. അവൻ വാശി തുടങ്ങി. അതിൻ്റെ കാരണം വിഷ്ണു ചേട്ടൻ അവൻ്റെ വായിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. മൊട്ടടിച്ച് കളിഞ്ഞ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ വേണ്ടിരുന്നു. പിന്നെ ചന്ദനം മുട്ടിണ്ടല്ലേ, അതാണ് കേട്ടോ പിന്നിൽ വെച്ചിട്ട് ഉറച്ചിട്ടിരുന്നു കേട്ടോ. അത് ഇടാനാണ് ഞങ്ങൾ അവിടെ പോയി കുളിയെല്ലാം കളിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫ്രഷായിട്ട് ചന്ദനമുട്ടി ഇങ്ങനെ തലയിൽ ഇട്ടിട്ടു. ഉണ്ണിനെ കാണാൻ എനിക്ക് കുറച്ച് നല്ലോണം ഒരു പാവം പോലെ ആയിട്ടോ. ഇപ്പം അവൻ മുടി ഇരിക്കുമ്പോൾ നല്ലോണം സ്റ്റൈൽ ചെയ്തിട്ട് എങ്ങനെ ഒരു ഹീറോ പോലെ ഇരുന്നു. ഇപ്പോഴും അവൻ്റെ ഫേസ് അത്ര ഒന്നും മാറിയിട്ടില്ല. ആണെങ്കിലും മുടി ഇപ്പോൾ കുറച്ചായിട്ട് വരാൻ തുടങ്ങി. 3-4 കുറച്ച് നല്ലോണം കുത്തുന്നു കേട്ടോ. കുറച്ച് നല്ലോണം മുടി ഇനി വളർന്നോളും, അതിൻ്റെ ഒരു ഇതാ. അപ്പോൾ ഉണ്ണി മൊട്ടടിച്ചിടുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മളുടെ ചാനൽ എല്ലാവരും മുടിഞ്ച വരെ ഷെയർ ചെയ്ത് എല്ലാവർക്കും ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിക്കോ നിങ്ങളുടെ ഫാമിലിക്കോ ഇതെല്ലാവർക്കും പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുണ്ടോ ഇല്ലയോ എല്ലാവരും പറഞ്ഞു കേട്ടോ. കമൻറ്റ് ചെയ്തു. നമ്മളുടെ ഉണ്ണിയുടെ കെട്ടപ്പ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തു. പിന്നെ ഞാൻ സംസാരിക്കുന്നതിൽ ഏതെങ്കിലും തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഒരു കുഞ്ഞതായിട്ട് റിക്വസ്റ്റ് എല്ലാ സമയവും ഞാൻ ചോദിക്കുന്നത്, എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല സപ്പോർട്ട് ചെയ്തു കേട്ടോ. വേറെ എന്ത് റിക്വസ്റ്റും ഇല്ല. ഇതുപോലെ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. എല്ലാ ടൈമും നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നത് പോലെ നമ്മളുടെ ചാനലുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്ത് ഇഷ്ടപ്പെട്ട വീഡിയോ ഞാൻ ഇടണമെന്നുണ്ടോ അതും എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഫുള്ളായിട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് നമ്മളുടെ ഉണ്ണി എങ്ങനെ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനക്ക് ആകെ വിഷമായി. മുടി വെട്ടത്തേക്ക് മുന്നിൽ ഇങ്ങനെ ഇരുന്ന ചെക്കാണ് കേട്ടോ, ഇപ്പം ഇങ്ങനെ ആയി. അപ്പോൾ നമ്മളുടെ കുഞ്ഞ വീഡിയോ എത്രയല്ല കേട്ടോ. എല്ലാവർക്കും ബൈ.